നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതേ കുടുംബത്തിലെ ബാക്കിയുള്ള ആൾക്കാരാ. അവര് പട്ടിണി കിടന്നാലും ചത്താലും നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നത്? എന്റെ ദൈവമേ. ഒന്ന് ഉഷാറായല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീലിംഗ് ബെറ്റർ ഡോക്ടർ. ഗുഡ്. സിസ്റ്റർ, ഇവരുടെ ഫോർമാലിറ്റീസ് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാനൊന്ന് വർമ്മ സാറിന്റെ കാർഡിയോളജി വരെ പോയിട്ട് വരാം. ശരി ഡോക്ടർ. സോറി. എന്താ പറ്റി അമ്മേ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? അത് ആ വീൽ ചെയറിൽ പോയത് ആരാന്നറിയോ നിനക്ക്? ഇല്ല. ആരാ അമ്മേ അത്? അതാണ് നിന്റെ അമ്മാവന്റെ ഭാര്യ, ഋതികയുടെ അമ്മ പത്മാവതി. അവളെ ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്ന് കാണാനല്ല, കൊന്നു കളയാനാ ഞാൻ കൊട്ടേഷൻ കൊടുത്തത്. എത്ര ചതിച്ചിട്ടും ചാകാതെ അവളുടെ ജീവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതേ, അത് നമുക്ക് ആപത്താണ്. പറയാമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ചെല്ല്. പത്മാവതിയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കി അവളുടെ ആരോഗ്യനില എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് വേണ്ടത് ചെയ്. നമുക്കൊരു വെല്ലുവിളിയായി, നമ്മുടെ വഴിയിൽ പുതിയ തടസ്സമായി അവൾ ഈ ഭൂമിയിൽ വേണ്ട. മനസ്സിലായോ? മനസ്സിലായല്ലേ? ചെല്ലേ. എന്താ മോളെ, എന്തു പറ്റി? എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? അച്ഛന്റെ കാര്യം ആലോചിച്ചോണ്ടിരുന്നത് ആരാധമേ. മോള് വിഷമിക്കൊന്നും വേണ്ട, അച്ഛനൊന്നും സംഭവിക്കില്ലെന്നേ. ഇങ്ങനെയുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോ മനസ്സിന് വലിയ കട്ടിയില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരും. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ ഈശ്വരാനുഗ്രഹ. മോളതൊന്നും ആലോചിക്കണ്ട. ആലോചിച്ചിരുന്നാലേ വിഷമം കൂടത്തേ ഉള്ളൂ. ജേട്ടൻ പറഞ്ഞതുപോലെ ഒന്ന് സോപ്പിട്ട് നോക്കിയാലോ? ശരിയാവില്ല. അവളെ സോപ്പിട്ട് നല്ലോണം പതപ്പിച്ചിട്ടും അവള് സ്വർണ്ണമൊന്നും തന്നില്ലെങ്കിലോ? അഥവാ തന്നാ തന്നെ മാക്സിമം 1-2 പവൻ തരും. അതുകൊണ്ട് എന്താവാനാ? അല്ല, ഞാനാണെങ്കിൽ കൊടുക്കൂ? 1 പവൻ പോയിട്ട് 1 ഗ്രാം പോലും കൊടുക്കില്ല. അപ്പൊ ഇനി നോർമൽ ട്രാക്കിൽ തന്നെ പിടിക്കാം. അതാ നല്ലത്. അതാവുമ്പോ സപ്പോർട്ടിന് രമ്യുണ്ടാവും. രുക്മിണി അമ്മ സ്ത്രീധനമെല്ലാം ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞതുവാ. ഒന്ന് ഇടിച്ച് താഴ്ത്തി വെക്കാം. അമ്മേ, എനിക്കൊരു 2000 രൂപ വേണം. 2000 രൂപയോ? എന്തിനാ? ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐഷുമോളുടെ യൂണിഫോം കീറിയിരിക്കുവോ, അത് പുതിയൊരെണ്ണം വാങ്ങണം. എന്റെ എവിടുന്ന കാശ്? ആ പിരിവുകാരൻ വരുമ്പോ കൊടുക്കാനായിട്ട് ഒരു 500 രൂപ എന്റെ കയ്യിലിരിപ്പുണ്ട്. അത് ഞാൻ തരില്ല. അതെങ്ങാനും മുടങ്ങിയാലേ അയാളുടെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്, രാജുവിനോട് ചോദിച്ചു നോക്ക്. അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ തരും.
അതിന് അവന്റെ ജോലിയൊക്കെ പോയില്ലേ? അവനിപ്പോ എന്ത് വരുമാനമാ ഉള്ളത്? ജോലി ഉണ്ടായിരുന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതാ. ഇപ്പൊ കറിവേപ്പിലേക്ക് തുല്യമായി. നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി റോഡിലിറങ്ങി പിച്ച എടുക്കേണ്ടി വരും. അത്രയ്ക്ക് ഗതികേടിലായില്ലേ നമ്മള്? പ്രിയേ, എന്തൊക്കെയായി പറയുന്നത്? മോൾ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ആരിരുന്നാലും പറയാനുള്ളത് ഞാൻ പറയും. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അമ്മ പറ. ഈ കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്ന വരുമാനമല്ലേ നിന്നത്? അങ്ങനെ നിൽക്കുമെന്നില്ല. അവനെ ജോലി അന്വേഷിക്കുന്നുണ്ട്. എന്ത് ജോലി കിട്ടുമേ? എടുപിടിയിന്ന് കിട്ടുന്നതാണോ ഈ ജോലി? ഇനി അഥവാ കിട്ടിയാ തന്നെ 1 മാസം കഴിയണ്ടേ ശമ്പളം കിട്ടാൻ? അതുവരെ എന്ത് ചെയ്യും? ജീവിക്കണ്ടേ നമുക്കെല്ലാം? പ്രിയേ, മതി, നിർത്തിക്കേ. നിനക്ക് 2000 രൂപയല്ലേ വേണ്ടത്? അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. എവിടുന്ന് ഒപ്പിക്കും അമ്മേ? ഇങ്ങനെ കടം മേടിച്ച് ജീവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു നല്ല ഓഫർ വന്നതല്ലായിരുന്നോ? അത് തട്ടിത്തെറിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്ത് നല്ല ഓഫറുകളാ ആ രമ്യയുടെ അച്ഛനും അമ്മയും മുന്നോട്ട് വെച്ച് നീട്ടിയത്. അവരെയെല്ലാം വെറുപ്പിച്ചില്ലേ? ഇനി അവർ ഈ പരിസരത്തോട്ട് തിരിഞ്ഞു നോക്കൂ. ആ രമ്യ നമ്മളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വരുന്നുണ്ടെങ്കിലും അവള് വന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അവളുടെ സ്ഥാനം ഇവിടെ വേറൊരാള് കൈയടക്കി കഴിഞ്ഞില്ലേ? അത് കാരണം സ്ത്രീയുടെ ജീവിതവും പോയി, എന്റെ ജീവിതവും പോയി. എനിക്ക് കിട്ടാനുള്ള സ്ത്രീധന തുക അവര് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞതല്ലേ? ഇനി അവരത് തരുമോ? ഇല്ലല്ലോ. ഞാൻ എന്തുമാത്രം പ്രതീക്ഷിച്ചതായിരുന്നെന്നറിയോ? ആ സ്ത്രീധനം സെറ്റ് ആയിരുന്നെങ്കിൽ എനിക്കും എന്റെ മോൾക്കും ജയേട്ടന്റെ വീട്ടിൽ പോയി താമസിക്കായിരുന്നല്ലോ. എല്ലാ പ്രതീക്ഷയും തകർന്നു. ഋതികെ, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയാ ഞാൻ പറഞ്ഞേ. അത് നീ കരഞ്ഞു കാണിച്ചാ മാറില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഓരോന്നങ്ങ് ചെയ്യും. മുന്നും നോക്കില്ല, പിന്നും നോക്കില്ല. ആ ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതേ കുടുംബത്തിലെ ബാക്കിയുള്ള ആൾക്കാരാ. അവര് പട്ടിണി കിടന്നാലും ചത്താലും നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. ഇനി എന്തൊക്കെയാ അനുഭവിക്കാൻ കിടക്കുന്നത്? എന്റെ ദൈവമേ. മോളെ, കരയാതെ. അവൾ എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് മോൾ ഇങ്ങനെ കരയാമോ? അതൊന്നും മോള് മനസ്സിൽ വെക്കണ്ട. അല്ല രാധമ്മേ, പ്രിയച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. പറഞ്ഞ ഓരോ വാക്കുകളും സത്യസന്ധമാണ്. എന്നാലും ഞാൻ ഇവിടെയും വെറുക്കപ്പെട്ടവളാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.